കേരളത്തിലെ വഖഫ് ബോർഡിനെയും ബോർഡ് പുനഃസംഘടനയെയും ചുറ്റിപ്പറ്റി രാഷ്ട്രീയ ആരോപണങ്ങളും തർക്കങ്ങളും കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കേരളത്തിലെ വഖഫ് ബോർഡിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ LDF സർക്കാർ നിയമിച്ച നിലവിലെ ബോർഡിന്റെ ഘടനയിലും നിയമനങ്ങളിലുമുണ്ടായ ഗുരുതരമായ അപാകതകളാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അടിമുടി ദുരൂഹതകളും ഘടനാപരമായ ലംഘനങ്ങളും നിറഞ്ഞതായിരുന്നു LDF സർക്കാർ നടത്തിയ ഈ ബോർഡ് രൂപീകരണം. നിയമപ്രകാരം ഇസ്ലാമിക ദൈവശാസ്ത്രത്തിൽ അവഗാഹമുള്ള പ്രഗത്ഭനായ പണ്ഡിതനെ നാമനിർദ്ദേശം ചെയ്യേണ്ട സ്ഥാനത്ത് പകരം വെറും അഭിഭാഷകനായ അഡ്വക്കേറ്റ് PU അലിയെയാണ് ഇടത് സർക്കാർ നിയമിച്ചത്. വഖഫ് സംരക്ഷണ ചുമതലയുള്ള മുത്തവല്ലി പ്രതിനിധിയായി നിയോഗിക്കപ്പെട്ടതാകട്ടെ നാമനിർദ്ദേശ സമയത്ത് മുത്തവല്ലി പോലും അല്ലാതിരുന്ന ഉമ്മർ ഫൈസിയെയാണ്. വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയെ ബോർഡിലെ എക്സ് ഒഫീഷ്യോ അംഗമാക്കണമെന്ന വ്യവസ്ഥ കാറ്റിൽ പറത്തിയാണ് നിയമവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി VM രഹനയെ ഉൾപ്പെടുത്തിയത്. ഇതിനു പുറമെ ഇസ്ലാമിക നിയമങ്ങളുമായോ മതസ്ഥാപനങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ഭരണകക്ഷി നേതാക്കളെയാണ് ജനപ്രതിനിധി കോട്ടയിൽ കുത്തിനിറച്ചത്. രാജ്യസഭാ MP അഡ്വക്കേറ്റ് AA റഹീം, കുറ്റ്യാടി മുൻ MLA KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ, ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന KS ഹംസ, പൊന്നാനിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച അഡ്വക്കേറ്റ് MK സക്കീർ, SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ സെറീന സലാം, CPIM വനിതാ നേതാവും നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ സുമിത നിസാഫ്, ഇടത് സഹയാത്രികനായ CK ഉസ്മാൻ ഹാജി എന്നിവരടങ്ങിയ ഒരു പാർട്ടി ഫ്രാക്ഷൻ കമ്മിറ്റിയായി വഖഫ് ബോർഡ് മാറുകയാണുണ്ടായത്. ഇതിനേക്കാളൊക്കെ ദുരൂഹമായ മറ്റൊരു കാര്യം, കേന്ദ്ര നിയമപ്രകാരം ബോർഡിൽ ഉണ്ടാകേണ്ട 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെ അവരെ പിന്നീട് നിയമിക്കാം എന്ന് ഉത്തരവിൽ പ്രത്യേകം എഴുതി ചേർത്താണ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് എന്നതാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം ഇത്തരക്കാരെ ചേർത്താൽ മതി എന്ന ഇടത് സർക്കാരിന്റെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഇത്. മാത്രമല്ല, വഖഫ് ബോർഡിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് യഥാസമയം ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നെങ്കിൽ നിയമസഭയിലെയും പാർലമെന്റിലെയും അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ആളുകളെ ബോർഡിലേക്ക് കയറ്റാൻ കഴിയാതെ വരുമായിരുന്നു എന്ന തിരിച്ചറിവും ഈ വൈകിക്കലിന് പിന്നിലുണ്ടായിരുന്നു. കേരളത്തിൽ കാര്യമായ വഖഫ് സ്വത്തുക്കളോ 1% പോലും ജനസംഖ്യയോ ഇല്ലാത്ത ഷിയ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ഇടത് നേതാക്കളുടെ ചർച്ചകളും CEO മാറ്റവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചില ചെറിയ ആശങ്കകളും ഈ ഭീമമായ ഘടനാപരമായ വീഴ്ചകളിൽ നിന്നും രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള പുകമറകൾ മാത്രമാണ്. ഇനി ഈ വിഷയത്തിൽ പലരും ബോധപൂർവം ചർച്ച ചെയ്യാതെ വിട്ടുപോകുന്ന ഏറ്റവും നിർണായകമായ ചോദ്യത്തിലേക്ക് വരാം. ഇടത് സർക്കാർ അന്ന് സമയബന്ധിതമായി വഖഫ് ബോർഡ് പുനഃസംഘടന നടത്തിയിരുന്നുവെങ്കിൽ വഖഫ് ഭേദഗതി നിയമമായ ഉമീദ് ആക്ട് പൂർണ്ണമായും മറികടക്കാമായിരുന്നില്ലേ? ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാണ്. 1. കഴിഞ്ഞ വഖഫ് ബോർഡിന്റെ കാലാവധി 2024 ഡിസംബർ 14 അവസാനിക്കുമെന്ന് സർക്കാരിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. 2. 2024 ഓഗസ്റ്റ് 8 വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ വന്നപ്പോൾ തന്നെ ബോർഡിന്റെ ഘടനയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. 3. 4 മാസത്തിനകം തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്ന് 2024 നവംബർ 28 ഹൈക്കോടതി മുൻപാകെ സർക്കാർ നൽകിയ ഉറപ്പ് പ്രകാരം 2025 മാർച്ച് അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ 2025 ഏപ്രിൽ 8 ഉമീദ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമപ്രകാരം പുതിയ വഖഫ് ബോർഡ് അധികാരമേൽക്കുമായിരുന്നു. നിയമത്തിലെ സംരക്ഷണ വ്യവസ്ഥ അനുസരിച്ച് അങ്ങനെയുണ്ടാകുന്ന ബോർഡിന് തങ്ങളുടെ പൂർണ്ണ കാലാവധി പൂർത്തിയാക്കാൻ നിയമപരമായ പരിരക്ഷയും ലഭിക്കുമായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിലെ ഉറപ്പ് ലംഘിച്ച് തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോവുകയും 2025 ഏപ്രിൽ 8 പുതിയ നിയമം നിലവിൽ വരികയും ചെയ്തു. അതിനുശേഷം 14 മാസത്തോളം കഴിഞ്ഞ് 2026 ഫെബ്രുവരിയിലാണ് പുതിയ നിയമത്തിന്റെ നിർബന്ധിത വ്യവസ്ഥകൾക്ക് വിധേയമായി ബോർഡ് രൂപീകരിക്കേണ്ടി വന്നത്. 2024 ഡിസംബറിനും 2025 ഏപ്രിലിനും ഇടയിൽ വരുത്തിയ ഈ ഗുരുതരമായ ഭരണപരമായ വീഴ്ചയാണ് ഇന്നത്തെ മുഴുവൻ സങ്കീർണതകൾക്കും വഴി തുറന്നത്. അന്ന് വരുത്തിയ ഈ ഭരണപരമായ വീഴ്ചകൾ മറച്ചുവെക്കാനാണ് ഇടതുപക്ഷവും അവരുടെ എച്ചിൽ തിന്ന് നടക്കുന്ന ചില ഏറാൻ മൂളികളും ഇന്ന് പുതിയ രാഷ്ട്രീയ പുകമറകൾ ഉയർത്തുന്നതെന്ന് പറയാതെ വയ്യ.